Hello guys, welcome you all again. Today we will discuss about logical data model. We are discussing about database management system and its type. Okay, we already discussed about the different types of database management system, that is hierarchical model, network model, relational model, object oriented model, object relational model, deductive or inference model. So we already discussed about this 6 type of database management system. Today we will discuss about the 7th one, logical data model. Okay, what is logical data model? First of all, a logical database model represents the definition, characteristics and relationships of data in a technical, conceptual or business environment. Okay, ഈ ലോജിക്കൽ ഡാറ്റ മോഡൽ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ 3 ലെവലുണ്ടെന്ന് പറയാം. ടിപ്പിക്കലി യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഫിസിക്കൽ ലെവൽ, 2 ലോജിക്കൽ ലെവൽ, 3 കൺസെപ്ഷൻ ലെവൽ. ഓക്കെ, ഈ ഫിസിക്കൽ മോഡൽ എന്ന് പറയുന്നത് ഡിസ്ക്രൈബ്സ് ഹൗ ഡാറ്റ ഈസ് ഫിസിക്കലി റെപ്രസെൻറ്റഡ് ഓൺ ദ ഡിസ്ക്. അതാണ് ഫിസിക്കൽ മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൗ ഡാറ്റ ഈസ് ഫിസിക്കലി റെപ്രസെൻറ്റഡ് ഓൺ ദ ഡിസ്ക്. പക്ഷേ ഈ ലോജിക്കൽ മോഡ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ഫിസിക്കൽ ഡാറ്റ സ്റ്റോറേജ് ഡിവൈസ് ആണ്. ഓക്കെ, ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ഫിസിക്കൽ ഡാറ്റ സ്റ്റോറേജ്. ഓക്കെ, ഈ ലോജിക്കൽ ഡാറ്റ മോഡൽ മസ്റ്റ് ബി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെക്നോളജി എന്ന് പറയും. ബിക്കോസ് ടെക്നോളജി ഈസ് ചേഞ്ചിങ് റാപ്പിഡ്ലി. ടെക്നോളജി ഡേ ബൈ ഡേ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടെക്നോളജീനെ ഡെവലപ്പ് ചെയ്യാതെ ഫിസിക്കൽ ഡാറ്റ, കൺവെൻഷണൽ മെത്തേഡാണ് ഈ ഫിസിക്കൽ ഡാറ്റ സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഇതുവരെയുള്ള പല ഡാറ്റാബേസ് മാനേജ്മെൻറ്റും ഫിസിക്കൽ ഡാറ്റ സ്റ്റോറേജിനെ എംഫസിസ് ചെയ്തുകൊണ്ടാണ്. ബട്ട് ലോജിക്കൽ ഡാറ്റ ബേസ് മോഡൽ ഈസ് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഫിസിക്കൽ ഡാറ്റ സ്റ്റോറേജ്. ഓക്കെ, അതായത് ദ കണ്ടൻസ് ഓഫ് ലോജിക്കൽ ഡാറ്റ മോഡൽ ക്യാൻ ചേഞ്ച് വിത്ത് നീഡ് ഓർ വിത്ത് ടെക്നോളജി. Okay, but the blueprint remains the same and no need to start over completely. Blueprint, the core structure same ആയിരിക്കും, മനസ്സിലായോ? ബട്ട് അതിൽ വ്യത്യാസം ഉണ്ടാവില്ല. അതിലേക്ക് ഇപ്പോൾ ഒരു പുതിയ ഒരു എൻവയറമെൻറ്റ് മാറി, ബിസിനസ് എൻവയറമെൻറ്റ് മാറി, സിസ്റ്റം മാറി, ടെക്നോളജി മാറി. ഡേ ബൈ ഡേ ടെക്നോളജി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേൾഡിൽ, അല്ലേ? എത്ര ഇന്ന് 2021 വന്ന് നമ്മൾ നിൽക്കുമ്പോൾ ഡ്രാസ്റ്റിക് ചേഞ്ചാണ് ടെക്നോളജിയിലും എൻവയറമെൻറ്റിലും. ഏതൊരു എൻവയറമെൻ്റ് ആയാലും, IT സെക്ടർ, ബിസിനസ് സെക്ടർ, ബാങ്കിങ് സെക്ടർ, ഇൻഷുറൻസ് സെക്ടർ, എഡ്യൂക്കേഷൻ സെക്ടർ, എല്ലാ സെക്ടറിലും ഡ്രാസ്റ്റിക് ചേഞ്ചാണ്. അപ്പോൾ ഈ ലോജിക്കൽ ഡാറ്റ മോഡൽ എംഫസിസ് ഓൺ ദ കോർ ഡാറ്റ സ്ട്രക്ചർ, നോട്ട് ദ ഹൗ ദ ഡാറ്റ ഈസ് ലെയ്ഡ് ഫിസിക്കലി ഓൺ ദ ഡിസ്ക്. ഓക്കെ, കോർ ഡാറ്റേനെ അവിടെ നിലനിർത്തിയിട്ട് അതിൻ്റെ ഫിസിക്കൽ സ്ട്രക്ചറിലേക്ക് യാതൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അക്കോർഡിംഗ് ടു ദ ടെക്നോളജി, അക്കോർഡിംഗ് ടു ദ ബിസിനസ് എൻവയറമെൻറ്റ്, അക്കോർഡിംഗ് ടു ദ ഓപ്പറേഷണൽ ആസ്പെക്റ്റ് നമുക്ക് ഡാറ്റയുടെ സ്ട്രക്ചർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതിനൊരു ക്ലിയർ കട്ട് ഡെഫിനിഷൻ. ലോജിക്കൽ ഡാറ്റ മോഡൽ ഓർ ലോജിക്കൽ സ്കീമ. ലോജിക്കൽ ഡാറ്റ മോഡൽ ഈസ് ഓൾസോ നോൺ ആസ് ലോജിക്കൽ സ്കീമ ഈസ് എ ഡാറ്റ മോഡൽ ഓഫ് എ സ്പെസിഫിക് പ്രോബ്ലം domain expressed independently of a particular database management product or storage technology, but in terms of data structures such as relational tables and columns, object-oriented classes or XML tags. Okay, ഇവിടെ another thing is a logical data model represents the definition, characteristics and relationships of data in a technical, conceptual or business environment. ഓക്കെ, അതായത് ഒരു ലോജിക്കൽ ഡാറ്റ മോഡൽ എങ്ങനെ ദ ഡെഫിനിഷൻ, ഡാറ്റയുടെ ഡെഫിനിഷൻ, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് റിലേഷൻഷിപ്സ്, അതിലൊന്നും ഒരു ചേഞ്ച് ഇല്ല ഓഫ് ഡാറ്റ ഇൻ എ ടെക്നിക്കൽ, കോൺസെപ്ഷ്യൽ ഓർ ബിസിനസ് എൻവയറമെൻറ്റ്. അത് ഒരു ടെക്നിക്കലായാലും ബിസിനസ് എൻവയറമെൻറ്റിലായാലും കോൺസെപ്ഷൻ ലെവലിലായാലും ഈ ലോജിക്കൽ ഡാറ്റാബേസ് മോഡൽ ഡാറ്റയുടെ ഡെഫിനേഷൻ, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് റിലേഷൻഷിപ്സ് എല്ലാം വളരെ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യുന്നു. നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ഓക്കെ,
അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്താ, ദിസ് പ്രോസസ് ക്യാൻ ഹെൽപ്പ് ടു തിങ്ക് അബൌട്ട് ദ വേരിയസ് എലിമെൻറ്റ്സ് ദാറ്റ് കമ്പോസ് എ കമ്പനീസ് ബിസിനസ് ഡാറ്റ ആൻഡ് ഹൗ ദോസ് എലിമെൻറ്റ്സ് റിലേറ്റ് ടു വൺ അനദർ. ഓക്കെ, അപ്പോൾ റിലേഷണൽ ഡാറ്റയിൽ എങ്ങനെയൊക്കെയാണ് റിലേഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നത്, ആട്രിബ്യൂട്ട്സ് തമ്മിൽ, ഇതൊക്കെ അവിടെ ഉണ്ടാവും, സ്ട്രക്ചർ അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അക്കോർഡിംഗ് ടു ദ ന്യൂ ടെക്നോളജി ഓർ ന്യൂ എൻവയറമെൻറ്റ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആ ഡാറ്റയെ മാനിപ്പുലേറ്റ് ചെയ്യും. ഓക്കെ, സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഫിസിക്കൽ സ്ട്രക്ചറില്ലെന്ന് മാത്രം. ഓക്കെ, ഇനി ദ എയിം ഓഫ് ലോജിക്കൽ ഡാറ്റ മോഡലിംഗ് ഈസ് ടു പ്രൊഡ്യൂസ് എ കോൺസെപ്ഷ്യൽ ഡാറ്റ ഡിസൈൻ വിച്ച് ഡിസ്ക്രൈബ്സ് ദ സ്ട്രക്ചർ ഓഫ് ദ ഡാറ്റ ഇൻ ആൻ ഇൻഫോർമേഷൻ സിസ്റ്റം ഇൻ ടേംസ് ഓഫ് എൻറ്റിറ്റീസ് ആൻഡ് റിലേഷൻഷിപ്സ്. അങ്ങനെ നമുക്ക് അതിനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഓക്കെ ദെൻ നമുക്ക് വേറൊരു രീതിയിൽ പറയാം, എ ലോജിക്കൽ ഡാറ്റ മോഡൽ ഡിസ്ക്രൈബ്സ് ദ ഡാറ്റ ഈസ് ആസ് മച്ച് ഡീറ്റെയിൽ ആസ് പോസിബിൾ വിത്തൗട്ട് റിഗാർഡ് ടു ഹൗ ദേ വിൽ ബി ഫിസിക്കൽ ഇംപ്ലിമെൻറ്റഡ് ഇൻ ദ ഡാറ്റാബേസ്. ഓക്കെ, എങ്ങനെയാണോ ഫിസിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനുള്ളതിനെക്കുറിച്ച് ബോധയുടെ അല്ല. ഓക്കെ, but it will describe the data as much in detail as possible, right? Okay, the features of logical data models include all entities and relationship among them. എല്ലാ എൻറ്റിറ്റീസും അതിൻ്റെ റിലേഷൻഷിപ്പും ഇൻക്ലൂഡ് ചെയ്യും. all attributes for each entity are specified. ഒരു എൻറ്റിറ്റിക്ക് വേണ്ട എല്ലാ ആട്രിബ്യൂട്ട്സും ഡിഫൈൻ ചെയ്യും, സ്പെസിഫൈ ചെയ്യും. ഓക്കെ, പിന്നെ പ്രൈമറി കീ, ഫോറിൻ കീ, നോർമലൈസേഷൻ, ഇതൊക്കെ ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റാണ് പ്രൈമറി കീ, ഫോറിൻ കീ, നോർമലൈസേഷൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, പ്രൈമറി കീ എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ കീ ഉണ്ടാവും, ഒരു പ്രൈമറി കീ സെറ്റ് ചെയ്യും, ഒരു ആട്രിബ്യൂട്ട്. ആ പ്രൈമറി കീ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ മറ്റ് ഡാറ്റേനൊക്കെ മറ്റ് ആട്രിബ്യൂട്ട്സിനൊക്കെ ആക്സസ് ചെയ്യുക. അതാണ് പ്രൈമറി കീ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഫോറിൻ കീ ഉണ്ട്, 2 കീ സെറ്റ് ചെയ്യാം, നമുക്ക് പ്രൈമറി കീയും ഫോറിൻ കീയും സെറ്റ് ചെയ്യാം. ഫോറിൻ കീ എന്ന് വെച്ചാൽ നമുക്ക് പുറത്തു നിന്ന് അതർ ഡാറ്റാബേസിൽ നിന്ന് നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ ഒരു ടിപ്പിക്കൽ കീ ആണ് ഫോറിൻ കീ എന്ന് പറയുന്നത്. നമ്മളൊരു കീ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണോ ഒരു ലോക്ക് നമ്മൾ ഫ്ലാറ്റിൻ്റെയോ അല്ലെങ്കിൽ വീടിൻ്റെയോ ഓപ്പൺ ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് ഇവിടെ ഡാറ്റാബേസിൽ പ്രൈമറി കീയും ഫോറിൻ കീയും. 2 ടൈപ്പ് ഉണ്ട്, പ്രൈമറി കീയും ഫോറിൻ കീയും. ഈ പ്രൈമറി കീയും ഫോറിൻ കീയും ഉപയോഗിച്ചിട്ട് നമുക്ക് അതേ ഡാറ്റാബേസിലെ തന്നെ മറ്റ് റിലേഷണൽ മോഡൽസിലേക്ക് നമുക്ക് ആക്സസ് നടത്താൻ പറ്റും. അതുപോലെ പുറത്തുനിന്നുള്ള ഡാറ്റാബേസിലേക്ക് നമുക്ക് ആക്സസ് നടത്താൻ പറ്റും. അതുപോലെ നോർമലൈസേഷൻ, അനദർ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് നോർമലൈസേഷൻ. നോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമലൈസ് ചെയ്തിട്ട് ഒരു ഡാറ്റാബേസിനെ എക്സ്ട്രാക്ട് ചെയ്യാം, മൈൻ ചെയ്യാം, എന്നിട്ട് കൃത്യമായിട്ട് ഫസ്റ്റ് നോർമലൈസേഷൻ, സെക്കൻഡ് നോർമലൈസേഷൻ, തേർഡ് നോർമലൈസേഷൻ, ഫോർത്ത്, ഫിഫ്ത്ത്, പല ടൈപ്പ് നോർമലൈസേഷൻസ് ഉണ്ട്. അതുവഴി നമുക്ക് ഡാറ്റാബേസിനെ നമുക്ക് ഡിഫറെൻറ്റ് എൻവയറമെൻറ്റിലേക്ക്, സ്ട്രക്ചറിലേക്ക് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഒരേ ഡാറ്റാബേസിൽ തന്നെ ഡിഫറെൻറ്റ് ഫോംസിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ലോജിക്കൽ ഡാറ്റാബേസ് മോഡൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതെല്ലാം നമുക്ക് പോസിബിളാണ്. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ എൻറ്റിറ്റീസ് ആൻഡ് റിലേഷൻഷിപ്സ് എമംഗ് ദം. all attributes for each entity is specified. The primary key for each entity is specified. The foreign keys between different entities are specified. Normalization occurs at this level. അങ്ങനെ നോർമലൈസേഷൻ, പ്രൈമറി കീ, ഫോറിൻ കീ ഇതുപോലുള്ള ആട്രിബ്യൂട്ട്സ് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഓൾ ആട്രിബ്യൂട്ട്സ് ഫോർ ഈച്ച് എൻറ്റിറ്റി ആർ സ്പെസിഫൈഡ്. അങ്ങനെ എല്ലാ ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ലോജിക്കൽ ഡാറ്റ മോഡലിനുണ്ട്. ഓക്കെ, നമുക്ക് ഫൈനലി ഒരു ലോജിക്കൽ ഡാറ്റ മോഡലിനെ ഇങ്ങനെ പറയാം, ഇറ്റ്സ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ബിസിനസ് റിക്വയർമെൻറ്റ്സ് എന്ന് പറയും, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയും. ഓക്കെ, എൻ്റെ പ്രൈം ആസ്പെക്റ്റിൽ എന്തൊക്കെയാണോ വേണ്ടത് അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയും ഒരു ബിസിനസ് റിക്വയർമെൻറ്റ്സിൻ്റെ എല്ലാം. നമുക്ക് അങ്ങനെ പറയാം. അതായത് ഡീറ്റെയിൽ ഡാറ്റ ഒന്നും ഉണ്ടാവില്ല, പക്ഷേ എന്താ പറയുക, ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ബിസിനസ് റിക്വയർമെൻറ്റ്സ്. എല്ലാ റിക്വയർമെൻറ്റ്സിൻ്റെയും ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഉണ്ടാവും. അതാണ് ലോജിക്കൽ ഡാറ്റ പോകുന്നത്. ഓക്കെ, logical model describe the data that are important to the organization and how they relate to one another. Okay,
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റയുടെ റെപ്രസെൻറ്റേഷനും ആൻഡ് ഹൗ ദേ റിലേറ്റ് ടു വൺ അനദർ, ആ ഒരു റെപ്രസെൻറ്റേഷനും കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ദ ലോജിക്കൽ ഡാറ്റ മോഡൽ ഹെൽപ്സ് ടു ബിൽഡ് എ കോമൺ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ബിസിനസ് ഡാറ്റ എലിമെൻറ്റ്സ് ആൻഡ് റിക്വയർമെൻറ്റ്സ്, ഓക്കെ, ഓൺ ദ ബേസിസ് ഓഫ് ഫിസിക്കൽ ഡാറ്റാബേസ് ഡിസൈൻ. ഓക്കെ, ലോജിക്കൽ മോഡലിൽ മെയിനായിട്ട് ഒരു കോമൺ, നമുക്ക് ഒരു സാധാരണ ഏതൊരു പ്രോഗ്രാമറിനും ഡിസൈനർക്കും മനസ്സിലാവും എന്തൊക്കെ ആ ഒരു ബിസിനസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള എന്തൊക്കെ ഡാറ്റ എലിമെൻറ്റ്സ് അവിടെ ഉണ്ട്, എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ഉണ്ട്, ഇതെല്ലാം നമുക്ക് ആ ഒരു ലോജിക്കൽ ഡാറ്റ മോഡലിൽ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാനായിട്ട് സിമ്പിളായിട്ട് സാധിക്കും. ഓക്കെ, it helps to logical data model helps to avoid data redundancy and helps to prevent inconsistencies in the data. Redundancy, replication, duplication ഒക്കെ വരാതെ നോക്കാനും, അതുപോലെ പ്രിവെൻറ്റ് ഇൻകൺസിസ്റ്റൻസി പ്രിവെൻറ്റ് ചെയ്യും. അതായത് കൺസിസ്റ്റൻ്റ് ആയിരിക്കും ഡാറ്റ, കൃത്യമായിട്ട് ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യും. ഓക്കെ, സോ ഈ ലോജിക്കൽ ഡാറ്റ മോഡൽ എന്ന് പറയുന്നത് ഫുള്ളി ഇൻഡിഫറൻ്റ് ആണ് വെൻ കമ്പയറിംഗ് വിത്ത് അതർ 6 ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഓക്കെ, ലോജിക്കൽ ഡാറ്റ മോഡൽ എൻറ്റയർലി ഡിഫറൻ്റ് ആണ്, വൈഡ്ലി യൂസ് ചെയ്യുന്നുണ്ട് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഈ ലോജിക്കൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം വൈഡ്ലി യൂസ് ചെയ്യുന്നുണ്ട് ഡിഫറെൻറ്റ് എൻവയറമെൻറ്റ്സിൽ. ഇത് എൻറ്റയർലി ഡിഫറൻ്റ് ആണ് വെൻ കമ്പയറിംഗ് വിത്ത് അതർ 6 ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ബട്ട് ഇന്നത്തെ ആസ്പെക്റ്റിൽ വെച്ച് നോക്കുമ്പോൾ ഈ ലോജിക്കൽ ഡാറ്റാബേസ് മോഡലിന് ഇൻ ഫ്യൂച്ചറിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. നൗഡേയ്സ് ഇറ്റ് ഈസ് യൂസിങ്, ബട്ട് ഇൻ ദ ഫ്യൂച്ചർ ഇറ്റ് ഹാവ് എ വെരി ഗുഡ് സ്കോപ്പ്. ഓക്കെ, അപ്പോൾ ഈ ലോജിക്കൽ ഡാറ്റാബേസ് മോഡലിനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. എ ലോജിക്കൽ ഡാറ്റാബേസ് മോഡൽ റെപ്രസെൻറ്റ്സ് ദ ഡെഫിനിഷൻ, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് റിലേഷൻഷിപ്സ് ഓഫ് ഡാറ്റ ഇൻ എ ടെക്നിക്കൽ, conceptual or business environment. Okay, the aim of logical data modeling is to produce a conceptual data design which describes the structure of the data in an information system in terms of entities and relationships. അങ്ങനെ കൃത്യമായിട്ട് പറയാം. Okay, a logical data model represents the definition, characteristics and relationships of data in a technical, conceptual or business environment. Okay, അങ്ങനെയും പറയാം. Or the aim of logical data modeling is to produce a conceptual data design which describes the structure of the data in an information system in terms of entities and relationships. Entitiesum റിലേഷൻഷിപ്പും യൂസ് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്ച്വൽ ഡാറ്റ ഡിസൈനാണ് ലോജിക്കൽ ഡാറ്റ മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ടെക്നിക്സ് ഇൻക്ലൂഡ് എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡലിംഗ് ആൻഡ് റിലേഷണൽ ഡാറ്റ മോഡലിംഗ്. മെയിനായിട്ട് ലോജിക്കൽ ഡാറ്റ മോഡലിങ്ങിന് യൂസ് ചെയ്യുന്നത് എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡലിങ്ങും റിലേഷണൽ ഡാറ്റ മോഡലിങ്ങുമാണ്. ഓക്കെ, റൈറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ലോജിക്കൽ ഡാറ്റ മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 7 ടൈപ്പ് ഡാറ്റാബേസ് മോഡൽസ് ഉള്ളത്. അതിൽ ലാസ്റ്റ് വൺ 7th മോഡലാണ് ലോജിക്കൽ ഡാറ്റ മോഡൽ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ലോജിക്കൽ ഡാറ്റ മോഡൽ. I am hereby concluding.